ഹൃദയവുമായി പുറപ്പെട്ട എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്ര നിമിഷത്തിന് എറണാകുളം ജനറൽ ആശുപത്രി സാക്ഷിയാകുന്ന ഒരു സമയം കൂടിയാണിത്. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ ആംബുലൻസ് ആശുപത്രിയിലേക്ക് തിരിക്കുമെന്നാണ് ഹൃദയവുമായി ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലം ഇടവട്ടം ചിറക്കര സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിനിയായ 21-കാരിക്ക് മാറ്റിവെക്കുന്നത്. എയർ ആംബുലൻസ് കൊച്ചിയിൽ എത്തി. ഹലോ, ഓഡിയോ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? രാജ്യത്താദ്യമായിട്ടാണ് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയവുമായി പുറപ്പെട്ട എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ ഇനി ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ നടപടികളിലേക്കുള്ള കാര്യങ്ങളായിരിക്കും ഇനി മുന്നോട്ടുള്ളത്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അധിക സമയം വൈകാതെ തന്നെ ശസ്ത്രക്രിയ എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള നടപടികളല്ലേ അവിടെ ആരംഭിക്കുന്നത്? അതെ, ഇപ്പോൾ എയർ ആംബുലൻസ് ഇവിടെ എത്തിയ ഒരു ചരിത്ര ദൗത്യമാണ്. ഈ 50 മിനിറ്റ്, ഏതാണ്ട് 50 മിനിറ്റോളം സമയത്തിലാണ് ഇപ്പോൾ എയർ ആംബുലൻസ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് ഹെലിപ്പാഡിൽ എത്തിയിരിക്കുന്നത്. ഇനി നിമിഷങ്ങൾക്കകം ഈ എയർ ആംബുലൻസിൽ നിന്ന് ഷിബുവിൻ്റെ ഹൃദയം ഇപ്പോൾ എയർ ആംബുലൻസിൽ നിന്ന് ഇറക്കുന്നത് നമ്മൾ കണ്ടു. ഇറക്കി ഡോക്ടർമാർ അതും കൊണ്ട് പോവുകയാണ്. ഉടൻ തന്നെ ഈ ആംബുലൻസിൽ തൊട്ടടുത്ത് തന്നെ ആംബുലൻസ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ആംബുലൻസിലേക്ക് ഈ മിടിക്കുന്ന ഹൃദയം, ഷിബുവിൻ്റെ മിടിക്കുന്ന ഹൃദയം ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ഡോക്ടർ ജോർജ് വാളൂരാൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എയർ ആംബുലൻസിലേക്ക് ഇപ്പോൾ ഈ ഹൃദയം കയറ്റിയിരിക്കുന്നത്. ഇനി അതിവേഗം ഈ ഹൃദയവുമായുള്ള ആംബുലൻസ് ജനറൽ ആശുപത്രിയിലേക്ക് ചെല്ലും. ഇവിടെ നിന്ന് ഏതാണ്ട് 3.5 കിലോമീറ്ററോളം സമയമാണ്, 3.5 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് ജനറൽ ആശുപത്രിയിലേക്കുള്ളത്. അവിടെ എത്തിച്ചേരാൻ ഏതാണ്ട് 5 മിനിറ്റ് താഴെ മാത്രം സമയം കൊണ്ട് അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. 4 മിനിറ്റോളം സമയം കൊണ്ട് വേഗം ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഈ ആംബുലൻസ് എത്തും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതുപോലെ എയർ ആംബുലൻസിലെത്തി അത് വേഗം ആംബുലൻസിലേക്ക് കയറ്റി ഇപ്പോൾ ആംബുലൻസ് ജനറൽ ആശുപത്രി ലക്ഷ്യമാക്കി ഈ ഗ്രാൻഡ് ഹയാത്ത് ഹെലിപ്പാഡിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി അവിടെ എത്തിയാൽ ഉടൻ തന്നെ ശസ്ത്രക്രിയ തുടങ്ങും എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും അവിടെ നേരത്തെ തന്നെ തയ്യാറാണ് എന്നുള്ളത് ആശുപത്രി സൂപ്രണ്ട് നേരത്തെ വ്യക്തമാക്കിയതാണ്. നേപ്പാൾ സ്വദേശിനിക്കാണ് ഇപ്പോൾ ഈ ഹൃദയം മാറ്റിവെക്കുന്നത്. ഇത് ഏറെ പ്രതിസന്ധികൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിയിൽ, സംസ്ഥാനത്ത് രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. കാരണം ഈ കേസ് ഓട്ടോവിൻ്റെയും രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് യഥാർത്ഥത്തിൽ വിദേശ വനിതകൾക്ക് അല്ലെങ്കിൽ വിദേശ പൗരന്മാർക്ക് ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതിൽ ഒരു മുൻഗണന ക്രമത്തിൻ്റെ ഒരു പ്രശ്നം നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ്. സംസ്ഥാനത്തുള്ളവർക്കോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് പുറത്തുള്ളവർക്കൊക്കെയാണ് ആദ്യം പരിഗണന നൽകുക. എന്നാൽ അതിനുശേഷം ഏറ്റവും ഒടുവിലാണ് ഈ വിദേശ പൗരന്മാർക്ക് അതിനുള്ള അനുമതി ലഭ്യമാക്കുക. എന്നാൽ ഈ പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ച് അവരുടെ അവസ്ഥ കോടതിയെ ബോധ്യപ്പെടുത്തി. കാരണം ഈ കുട്ടിയുടെ അമ്മയും സഹോദരിയും എല്ലാം മരിച്ചത് ഇതേ അസുഖം വന്നായിരുന്നു. അതും അവർ അനാഥരായി, അവർക്ക് മറ്റാരുമില്ലാത്ത അവസ്ഥയായി, വലിയ സാമ്പത്തിക പരാധീനത അനുഭവപ്പെട്ടു. ആ അവസ്ഥ കണക്കിലെടുക്കണമെന്നത് കോടതിയെ ബോധ്യപ്പെടുത്തി. കോടതി അത് പരിഗണിക്കുകയും അത് കണക്കിലെടുക്കുകയും പൂർണ്ണ പിന്തുണ നൽകുകയും ആ പെൺകുട്ടിക്ക് അനുകൂലമായി ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം, എത്രയും പെട്ടെന്ന് ആവശ്യമായത് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സർക്കാർ ആ ദൗത്യം ഏറ്റെടുത്തു. രാജ്യത്ത് ആദ്യമായി ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എയർ ആംബുലൻസ് തന്നെ ഇതിനു മുൻപ് നിരവധി തവണ ഈ ഹൃദയം ഇതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഈ ഹെലിപ്പാഡിൽ എത്തിച്ച് ലിസി ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. അതിനേറെ തവണ ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഒരു എയർ ആംബുലൻസ് കൂടിയാണ്, സർക്കാരിൻ്റെ എയർ ആംബുലൻസാണ് ഈ കാണുന്നത്. ആ എയർ ആംബുലൻസ് തന്നെയാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ നടക്കുന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കും ഇപ്പോൾ ആ ദൗത്യവും ഏറ്റെടുത്തിരിക്കുക തന്നെയാണ് ഈ എയർ ആംബുലൻസ്. ഏതായാലും മറ്റൊരാൾക്ക് കൂടി
ഈ ദൗത്യം നിർവഹിക്കാൻ കഴിയുകയാണ് എന്നുള്ളതാണ്. മറ്റൊരാൾക്ക് വേണ്ടി കൂടി ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ എയർ ആംബുലൻസ് ഓടിച്ച ആളുടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് ആദ്യമായിട്ടാണെന്നുള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ അവിടെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അതിന് ടെമ്പററി ഹെലിപ്പാഡായിട്ട് പ്രിപ്പയർ ചെയ്തു. അതല്ലെങ്കിൽ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ കവടിയാറിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പം സർക്കാർ അതെ 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 ഇത് ഇത് ഏത് ഹോസ്പിറ്റൽസിന് ജനറലി ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് നമുക്കറിയില്ല. എല്ലാ ഒരു വലിയ ഹോസ്പിറ്റലുകളിലും ഒരു ഹെലിപ്പാഡ് ഉണ്ടാകുന്ന എപ്പോഴും സൗകര്യം തന്നെയാണ്. താങ്കളുടെ എത്രാമത്തെ ദൗത്യമാണിത്? ഞങ്ങളുടെ കമ്പനിയുടെ ഒരു 7-8 ദൗത്യം ഓൾറെഡി ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഇൻവോൾവ് ആവുന്ന രണ്ടാമത്തെ 45 മിനിറ്റ്സ്. അതെ 45 മിനിറ്റ്സ്. അത് കുറച്ച് വേരി ചെയ്യും ഏതെങ്കിലും നമുക്ക് ട്രാഫിക്കിനനുസരിച്ച്. ഇപ്പോൾ 2 മേജർ എയർപോർട്ടുകളുടെ ഇടയിൽ നമ്മൾ പോകാല്ലേ, പിന്നെ ഒരു നേവിയുടെ ഒരു എയർപോർട്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്രാഫിക്കിനെ മാനേജ് ചെയ്യുന്ന ഒരു 3-4, എന്നാലും മാക്സിമം നമുക്ക് ഇതിന് ക്ലിയറൻസ് പെട്ടെന്ന് തരാറുണ്ട് അവർ. ഇങ്ങനെ നമ്മളൊരു ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ മിഷൻ ആയതുകൊണ്ട്. അതെ 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 ഞങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് ഓപ്പറേഷൻസ് ടീം ഉണ്ട്. അപ്പോൾ അവർ ഇതിന് നേരത്തെ പ്രിയർ ക്ലിയറൻസസ് എടുത്തിരുന്നു. അതിൽ നേരത്തെ വെൽ കോർഡിനേറ്റഡ് ആണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. അതായത് ബേസിക്കലി ഞങ്ങൾ ഗവൺമെന്റിന് വേണ്ടി ഫ്ലൈ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ ആ ഒരു കോർഡിനേഷനും ഉണ്ട്. പിന്നെ അതിന് പുറമെ ഞങ്ങളുടെ നേരിട്ടുള്ള കമ്പനിയുടെ കോർഡിനേഷനും ഉണ്ട്. എൻ്റെ പേര് ക്യാപ്റ്റൻ വിവേക് നായർ. എൻ്റെ കൂടെ കൊളീഗ് ക്യാപ്റ്റൻ യശ്പാൽ സരോഹ സർ. ഒരു മനുഷ്യജീവനെയാണ് രക്ഷിക്കാൻ കഴിയുന്നത്. അതെ അതെ അതൊരു വളരെ ചരിതാർത്ഥ്യമുള്ള ഒരു ഇത് തന്നെയാണ്. കാരണം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ മിഷൻസിലും വെച്ച് ഏറ്റവും ഇപ്പം നമുക്ക് ലോകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഹെലികോപ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് EMS എന്ന് പറയുന്ന എമർജൻസി മെഡിക്കൽ ഇവാക്യുവേഷൻസിനും കാസിവാക്കിനും ഒക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ കേരളത്തിൽ എന്ന് വെച്ചാൽ അതൊരു എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.